ഹായ് ഡിയേഴ്സ്, എൻ്റെ പേര് ശീതൾ. എല്ലാവർക്കും ഷീതു സിമ്പിൾ ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുൻപ് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാൻ ഇനിയും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ മുഴുവനായും കാണണം. കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയും ചെയ്യണം. ഇന്നത്തെ തമ്പനിയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും ഞാൻ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന്. ആർട്ടിഫിഷ്യൽ ഫേക്ക് നെയിൽസിനെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇന്ന് ഓൺലൈൻ ഷോപ്പുകളിലെല്ലാം തന്നെ ലഭിക്കുന്ന ഒന്നാണ് ആർട്ടിഫിഷ്യൽ ഫേക്ക് നെയിൽസ്. അതിന് അത്യാവശ്യം നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. ഒരു 100 റുപ്പീസ് മുതൽ മുകളിലോട്ട് അതിന് കൊടുക്കേണ്ടി വരും. എന്നാൽ 10 പൈസ പോലും ചിലവില്ലാതെ നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് നമ്മൾ ഉപയോഗശൂന്യമായിട്ട് കളയുന്ന വസ്തുക്കളിൽ നിന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അത് എങ്ങനെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം ഇതിന് വേണ്ട സാധനങ്ങളാണ് ഞാൻ പറയുന്നത്. ആദ്യം നമുക്ക് വേണ്ടത് ഒരു ചെറിയ പേപ്പർ വേണം. അത് ഒരു വെള്ള പേപ്പറോ എന്തായാലും കുഴപ്പമില്ല, ഒരു ചെറിയ പീസ് ഓഫ് പേപ്പർ വേണം. അതിപ്പോൾ നമ്മൾ എത്ര നെയിൽസ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നോ അതിനനുസരിച്ചിട്ട് എടുക്കാം. ഒരു 5 നെയിൽസൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത്രയും ഷീറ്റ് ഓഫ് പേപ്പർ മതിയാവും. ചെറിയ നെയിൽസ് അല്ലേ, അപ്പം ഒരു പേപ്പർ വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു കട്ടിയുള്ള ഗുളികയുടെ കവറില്ലേ, ഗുളിക സാധാരണ നമ്മൾ ഇത് കൂട്ട് ഗുളിക മേടിക്കുമ്പോൾ കവർ കിട്ടത്തില്ലേ, അതിൻ്റെ ഉപയോഗിച്ച് ഗുളികയുടെ കവറില്ലേ, അപ്പോൾ അത് കൂട്ട് ഇങ്ങനെ പീസാക്കി നമ്മൾ മുറിച്ചെടുക്കണം. നെയിൽസിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ, നമ്മൾ ഏത് ഷേപ്പിലേക്ക് ഇത് വളച്ചാൽ അങ്ങനെ അത് സ്റ്റിഫായിട്ട് നിന്നോളും. ഇത് കണ്ടോ, നമ്മൾ സാധാരണ പേപ്പർ യൂസ് ചെയ്താൽ അതിപ്പോൾ ഇങ്ങനെ നമുക്ക് വളച്ചങ്ങനെ ഇതായിട്ട് വെക്കാൻ പറ്റത്തില്ലോ. ഇതിപ്പോൾ നമ്മളിങ്ങനെ വളച്ച് വെച്ച് കഴിയുമ്പോൾ അതിങ്ങനെ വളഞ്ഞു തന്നെ നിൽക്കും. അതുപോലെ തന്നെ നനവൊന്നും പറ്റിയാലും ഒരു കുഴപ്പവും വരത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതെടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയ പീസ് മതി. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ബിസ്ക്കറ്റ് ബോർഡിൻ്റെ ഒരു ചെറിയ പീസാണ്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നെയിൽ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ നല്ല മിനുസമുള്ളതായിട്ടിരിക്കണമല്ലോ. നമ്മൾ നെയിൽ പോളിഷൊക്കെ അടിക്കുമ്പോഴത്തേക്കും അവിടെ വളവും പുളവും അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് കവർ എടുക്കുന്നത്. ഇതിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് നോക്കാം, ഇതിൻ്റെ മുകളിലേക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് കവർ എടുക്കുന്നത്. ഇതിൻ്റെ മുകളിൽ നമുക്ക് നോക്കുമ്പോൾ നല്ലപോലെ ചുളിവും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് കവർ എടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒട്ടിക്കാൻ വേണ്ടിയിട്ടൊരു ഫെബിക്കോൾ. ഞാൻ ഫെബിക്കോളാണ് യൂസ് ചെയ്തത്. ഫെബിക്കോൾ എടുത്താൽ മതിയാവും. പിന്നെ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് സിസേഴ്സ് വേണം. ഇത്ര സാധനങ്ങൾ മതി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെയിൽസിൽ പേപ്പർ പീസ് നെയിൽസിലോട്ട് വെക്കുക. എന്നിട്ട് നമുക്ക് എത്ര വലിപ്പം വേണമെന്നുള്ളത് നോക്കി ഒരു ഏകദേശ രൂപം, അപ്പം ഇത്രയും പീസസ് ആക്കി ആദ്യം ഒരു ചെറുതായിട്ട് മുറിച്ചെടുക്കുക. ഇപ്പം ഇത്രയും മതിയാവുമല്ലോ. അതിനുശേഷം നമുക്ക് നമ്മുടെ ക്യൂട്ടിക്കിളിൻ്റെ ആ ഭാഗം വേണം ജസ്റ്റ് ഒന്ന് നമുക്ക് വരച്ചു കൊടുക്കാം. അത് നമുക്കിങ്ങനെ പേന പിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ നെയിൽസിൻ്റെ ആ ഒരു വലിപ്പം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് താഴോട്ട് വരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ നെയിൽസിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്ക് വരച്ചെടുക്കാം. അപ്പം ഏത് ഷേപ്പ് വേണമെന്നുള്ളത് അത് നമ്മുടെ ഇഷ്ടം പോലെ, താഴ്വശം സ്ക്വയർ ഷേപ്പിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് വരച്ചെടുക്കാം. ഇങ്ങനെ ആർച്ച് ഷേപ്പിലാണെങ്കിൽ അങ്ങനെ വരച്ചെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ആ നെയിൽസ് വരച്ചെടുക്കാം. അതിനുശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഈ ഒരെണ്ണം വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കുക. പേപ്പറിൽ ആദ്യമേ അത് നമ്മുടെ നെയിൽസ് വെച്ചിട്ട് കൃത്യമായിട്ടത് വരച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താ, ഈ ഗുളികയുടെ കവറ്, അതും ഇതേ മുഴുപ്പിൽ തന്നെ ഈ പേപ്പർ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ എത്ര പീസാണ് വേണ്ടതെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അതിനെല്ലാം ഓരോ വിരലിനും ആ ഒരു വിരലിൽ വെച്ചിട്ട് ആ നെയിൽസിൻ്റെ ഷേപ്പിൽ നമുക്ക് ആദ്യം വരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ വെട്ടിയെടുക്കാം. അപ്പോൾ കറക്റ്റ് എത്രയാണോ വേണമെങ്കിലും അതുപോലെ ആക്കിയെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പ്ലാസ്റ്റിക് കവർ, അതും ഇതേ മുഴുപ്പിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
ഇനി നമ്മൾ 3 പീസും കൂടെ ഒട്ടിക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്നത് ആ ഗുളികയുടെ ആ ഒരു പീസാണ്. അതെടുത്തിട്ട് നമ്മൾ ഫെബിക്കോൾ അല്ല, ഞാൻ നെയിൽ പോളിഷാണ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ നല്ല നെയിൽസിന് ഒരു തിക്നെസ്സും വന്നോളും. അതുകൊണ്ട് നമ്മൾ ആ ഒരു ഗുളികയുടെ ആ ഒരു പീസിൽ നമ്മൾ നെയിൽ പോളിഷ് അടിച്ചു കൊടുക്കും. എന്നിട്ട് അതിന് മുകളിലോട്ട് ആ പേപ്പർ പീസ് വെച്ച് കൊടുക്കുന്നു. അത് ജസ്റ്റ് ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലോട്ട് ഒരു കോട്ട് കൂടെ അടിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിലാണ് നമ്മളിനി മറ്റേ പ്ലാസ്റ്റിക് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആ പ്ലാസ്റ്റിക് അതിൻ്റെ മുകളിലോട്ട് വെച്ചു. ഇനി അത് കുറച്ച് നേരം നമ്മളത് വെക്കണം സെറ്റാകാനായിട്ട്. അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നിരങ്ങി അത് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. നല്ലപോലെ അത് ഒട്ടിയതിന് ശേഷം ആ 3 ലെയറും നല്ലപോലെ ഒട്ടിയതിന് ശേഷം നമ്മളെടുത്തിട്ട് അത് നമുക്ക് ഒന്ന് പതിയെ അത് വളച്ച് നമ്മുടെ നെയിൽസിൻ്റെ ആ ഒരു ഷേപ്പിലേക്കൊരു ചെറിയൊരു റാ ഷേപ്പിലേക്ക് നമുക്കതിനെ വളച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതൊരു നമ്മുടെ ആ ഒരു നെയിലിൻ്റെ കറക്റ്റ് ഒരു പെർഫെക്റ്റ് ആ ഒരു ഷേപ്പിലേക്ക് നമുക്ക് കിട്ടും. ഇത് ഇനി എങ്ങനെ നമ്മുടെ നെയിൽസിലേക്ക് ഒട്ടിക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. അത് നമ്മൾ ഒരു ടിഷ്യൂ പേപ്പർ കൂടെ നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യണം. ആദ്യം നമ്മുടെ നെയിൽസിൽ കുറച്ച് പശ അപ്ലൈ ചെയ്യണം. അതിനുശേഷം ഒരു ചെറിയ ടിഷ്യൂ പേപ്പർ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഫേക്ക് നെയിൽ ഒട്ടിക്കുമ്പോൾ അത് നമ്മുടെ നഖത്തിലേക്ക് ഒട്ടിപ്പിടിക്കാനായിട്ട് പാടായിരിക്കും. നമ്മൾ സാധാ ഫെബിക്കോളല്ലേ യൂസ് ചെയ്യണേ. അപ്പോൾ അതുകൊണ്ട് അത് ഒട്ടിപ്പിടിക്കാൻ പാട് വരും. അതൊരു പേപ്പറിൻ്റെ മുകളിലോട്ടാകുമ്പോൾ അത് നല്ല ഭംഗിയിൽ അത് കറക്റ്റ് ഫിറ്റിങ്ങിൽ അത് ഒട്ടി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പം ഇങ്ങനെ ഓരോ നെയിൽസിലും നമ്മൾ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് നെയിൽ അത് നല്ലപോലെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഇഷ്ടമുള്ള നെയിൽ പോളിഷ് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫേക്ക് നെയിലാണെന്ന് തോന്നാത്ത രീതിയിൽ നമ്മുടെ നാച്ചുറൽ നെയിൽസ് പോലെ തന്നെ ആയിരിക്കും. വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ നെയിൽസ് ചെയ്തെടുക്കാൻ സാധിക്കും. അത് ഒരു 10 പൈസ പോലും ചിലവില്ലാതെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. ഇപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴാണെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് പോകുന്നതിനകത്ത് ഒരു കുഴപ്പവും സംഭവിക്കില്ല. എന്ന് വെച്ചാൽ അത്യാവശ്യം ഒന്ന് വെള്ളം നനഞ്ഞാലൊന്നും ഒരു പ്രശ്നവും വരത്തില്ല. പിന്നെ നമ്മൾ കുറച്ച് സൂക്ഷിക്കുക, അവിടെ ഒരുപാട് തട്ടുകയും ബലത്തിൽ മുട്ടുകയൊന്നും ചെയ്യാതെ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഒരു ദിവസമൊക്കെ ഒരു കുഴപ്പമില്ലാതെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയും ചെയ്യണം.